നമസ്കാരം. പ്രധാന വാർത്തകൾ. പുലാമന്തോൾ പെരിന്തൽമണ്ണ മേലാറ്റൂർ റോഡിന്റെ തകർച്ച. സമരസമിതി കട്ടുപ്പാറയിൽ റോഡ് ഉപരോധിച്ചു. സമരം രാഷ്ട്രീയത്തിനതീതമെന്നും ഇനിയും രക്ഷയില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് സമരം മാറ്റുമെന്നും നജീബ് കാന്തപുരം MLA. 4 വർഷമായിട്ടും പ്രവൃത്തി പൂർത്തിയാക്കാത്ത നിർമ്മാണ കമ്പനിയെ മാറ്റണമെന്ന് പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സൗമ്യ. അനങ്ങനടി പഞ്ചായത്തിലെ അങ്കണവാടി വർക്കർ നിയമന സെലക്ഷൻ കമ്മിറ്റിയിൽ രാഷ്ട്രീയവൽക്കരണം നടത്തുന്നതായി UDF. നിലവിലെ പട്ടിക റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് UDF നേതാക്കൾ. മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ലീഗ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് കത്ത്. ഭരണസമിതിയിലെ ലീഗ് അംഗങ്ങളും ജീവനക്കാരും ഒപ്പിട്ട കത്താണ് കൈമാറിയത്. ഇവർ ബാങ്കിനെ സ്വന്തം സാമ്പത്തിക താൽപര്യത്തിന് ഉപയോഗിച്ചെന്നും കത്തിൽ. മണ്ണാർക്കാട് കുരുത്തിച്ചാൽ ഇക്കോ ടൂറിസം പദ്ധതിക്ക് പ്രതീക്ഷയേകി ജില്ലാ കലക്ടറുടെ സന്ദർശനം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ തയ്യാറാക്കുന്ന പദ്ധതി വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങളുമായി സംവദിച്ച് ET മുഹമ്മദ് ബഷീർ MP. മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലും നഗരസഭയിലും സംഗമങ്ങൾ നടന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവരാൻ പ്രത്യേക യോഗം വിളിക്കുമെന്ന് MP. വിശദമായ വാർത്തകളിലേക്ക്. അധികാരികൾക്ക് താക്കീതായി ജനകീയ സമരസമിതിയുടെ റോഡ് ഉപരോധ സമരം. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയുടെ ഭാഗമായ പുലാമന്തൂർ മേലാറ്റൂർ റോഡിനോട് കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് സമരസമിതി കട്ടുപ്പാറയിൽ റോഡ് ഉപരോധിച്ചു. സമരസമിതി ചെയർമാൻ നജീബ് കാന്തപുരം MLA റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. റോഡ് നവീകരണം പൂർത്തിയാക്കും വരെ സമരം ശക്തമാക്കുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയുടെ ഭാഗമായ പുലാമന്തോൾ മേലാറ്റൂർ റോഡ് ഗതാഗത യോഗ്യമല്ലാത്ത വിധം അപ്പാടെ തകർന്നു കിടക്കുകയാണ്. 4 വർഷം മുമ്പ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് ഇതുവരെയും റോഡിന്റെ നവീകരണം പൂർത്തിയാക്കാനായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. പുതിയ കരാറുകാരെ നിർമ്മാണം ഏൽപ്പിക്കുക, അനാസ്ഥ കാണിച്ച KSTP ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉയർത്തിയായിരുന്നു റോഡ് ഉപരോധ സമരം. കട്ടുപാറയിൽ നടന്ന റോഡ് ഉപരോധ സമരം സമരസമിതി ചെയർമാൻ നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. റോഡ് വിഷയം നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്നും ഈ ആവശ്യം ഉയർത്തി വിവിധ സംഘടനകൾ സമരം ചെയ്തതാണെന്നും നജീബ് കാന്തപുരം MLA ചൂണ്ടിക്കാട്ടി. ഈ സമരത്തെ രാഷ്ട്രീയമായി കാണുന്നില്ല. ഈ റോഡ് ഉപയോഗിക്കുന്ന മനുഷ്യരുടെ ദുരിതമാണ് ഈ സമരത്തിൽ ഉയർത്തുന്നതെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഒരുപക്ഷെ കേരളത്തിലെ ഒരു റോഡിനും ഈ ദുർവിധി ഉണ്ടാവില്ല. 4 കൊല്ലമായിട്ടും ഈ റോഡിന്റെ പ്രവർത്തനത്തിന്റെ 1% പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്നത് വസ്തുതാപരമായ കാര്യം. ഇവര് പറയുന്ന 50% പൂർത്തീകരിച്ചു. എവിടെ 50%? എന്താ ഇവര് ചെയ്ത പണി? ആ പണിയുടെ ക്വാളിറ്റി എന്താണ്? ജനങ്ങൾ നിരന്തരമായി പറയാം. ഇവരുടെ ജോലി, ഇവരെടുക്കുന്ന വർക്കിനെ കുറിച്ച് ഒരാൾക്കും സംതൃപ്തിയില്ല. ഇതുകൊണ്ടാണ് ഈ വിഷയം എങ്ങനെയെല്ലാം ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയുമോ, പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയുമോ, അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ മുന്നിൽ എത്തിക്കാൻ സാധിക്കുമോ, ഡിപ്പാർട്ട്മെന്റുകളുടെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കുമോ, ഇവിടെ എല്ലാവരും അതിൽ പങ്കാളികളായി. ഇവിടുത്തെ യുവജന സംഘടനകൾ റോഡ് ഉപരോധം നടത്തിയിട്ടുണ്ട്, പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യാപാരി സംഘടനകൾ മാർച്ച് നടത്തിയിട്ടുണ്ട്, പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ക്ലബ്ബുകൾ, ഇവിടുത്തെ സാംസ്കാരിക സംഘടനകൾ, സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ജനപ്രതിനിധികളടക്കം ഇവിടെ രാഷ്ട്രീയ പ്രശ്നം എന്ന നിലയ്ക്ക് കക്ഷി രാഷ്ട്രീയമായി ഞങ്ങൾ ഇതിനെ കാണുന്നതിനപ്പുറത്ത് ഇത് പെരിന്തൽമണ്ണയുടെ മനുഷ്യരുടെ പ്രക്ഷോഭമായി ഞങ്ങൾ മാറ്റാനും ഉയർത്താനും ആഗ്രഹിക്കുന്നു. ഇനിയും രക്ഷയില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് സമരം മാറ്റുമെന്നും MLA വ്യക്തമാക്കി. പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സൗമ്യ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ചന്ദ്രമോഹൻ, V. ബാബുരാജ്, സമരസമിതി ജനറൽ കൺവീനർ ഷാജി കട്ടുപാറ, ട്രഷറർ അസീസ് എർബാദ്, C. സുകുമാരൻ, നാലകത്ത് ഷൗക്കത്ത്, ഹംസ ബാലൂർ, ഷിബു ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ യോഗത്തിനു ശേഷമാണ് റോഡ് ഉപരോധിച്ചത്.
നിരവധി ആളുകൾ സമരത്തിൽ പങ്കെടുത്തു. സമരത്തെ തുടർന്ന് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. റോഡ് നവീകരണ പ്രവൃത്തികൾ നീട്ടിക്കൊണ്ടുപോയ നിർമ്മാണ കമ്പനിയെ നീക്കം ചെയ്തതായി കഴിഞ്ഞ ദിവസം സർക്കാർ അറിയിച്ചിരുന്നു. ഇതേസമയം നിർമ്മാണ കമ്പനി ചില ഭാഗങ്ങളിൽ ചെറിയ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ 4 വർഷമായിട്ടും റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്ത കമ്പനിയിൽ വിശ്വാസമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിർമ്മാണ കമ്പനിയെ മാറ്റണമെന്ന് പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ പറഞ്ഞു. സെപ്റ്റംബറിൽ അവർ 4 കിലോമീറ്റർ ചെയ്യുമെന്ന് പറഞ്ഞത് അവർ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും കമ്പനി കോടതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മളതിന് മുന്നേ തന്നെ MLAയും അല്ലെങ്കിൽ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികളും കൂടി മിനിസ്റ്ററെ കണ്ടിട്ട് അത് ബോധ്യപ്പെടുത്തുന്നതാണ്. ഒന്ന്, അവരുടെ പണിയിൽ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ല നമുക്ക്. പിന്നെ നമ്മളിപ്പോൾ ഈ ടെർമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവർ വേഗം വന്നിട്ട് കുറച്ച് പണിയെടുത്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവരെ അംഗീകരിക്കാൻ കഴിയില്ല. മറ്റ് കമ്പനിക്ക് ടെൻഡർ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആവശ്യം. അതുമാത്രമല്ല, അങ്ങനെ അതിൻ്റെ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ റോഡ് ടാർ ചെയ്ത് തരണം എന്നും കൂടി നമ്മൾ മിനിസ്റ്ററിനെ കണ്ടിട്ട് ബോധ്യപ്പെടുത്തുന്നതാണ്. റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് സമരസമിതി ജനറൽ കൺവീനർ ഷാജി കട്ടുപാറ പറഞ്ഞു. ഈ സമരം ഇന്ന് തുടക്കം മാത്രമാണ്. ഇത് എന്നാണോ റോഡ് നന്നാവുന്നത്, ആ റോഡ് നന്നാവുന്നത് വരെ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പല വിവിധ തലങ്ങളിലേക്കുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. അതിൻ്റെ ആദ്യ സമരം കഴിഞ്ഞു. ഇനി ഞങ്ങൾ മന്ത്രിയെ നേരിട്ട് പോയി നിവേദനം നൽകി ഈ റോഡ് ഇപ്പോൾ നിലവിലുള്ള കോൺട്രാക്ടർ ടെർമിനേറ്റ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. ആ ടെർമിനേഷൻ ലെറ്റർ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ അത് ലഭിച്ച ടെർമിനേഷൻ ലെറ്റർ എടുക്കാതെ റോഡിൻ്റെ വർക്ക് അടിയന്തരമായി നടത്തുന്നുണ്ട്. അടിയന്തരമായി നടത്തിയാലും ഈ കമ്പനിയെ വെച്ച് റോഡ് പണി നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. പുതിയ ഒരു റീടെൻഡർ നടത്തി പുതിയൊരു കമ്പനിക്ക് ഈ റോഡിൻ്റെ വർക്ക് നൽകണമെന്നാണ് ആക്ഷൻ കൗൺസിലിൻ്റെ ആവശ്യം. ഈ ആവശ്യം ഞങ്ങൾ മന്ത്രിയെ നേരിട്ട് ചെന്ന് കാണാനാണ് ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന സമരങ്ങൾക്ക് പൊതുജനങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നിരവധി സമരമുറകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ജനകീയമായിട്ട് പല തവണ ഞങ്ങളെ ഓരോ പരിപാടികൾ സംഘടിപ്പിച്ച് റോഡിലൂടെ പുലാമന്തോളിൽ നിന്നും പെരിന്തൽമണ്ണ വരെ ഇവിടുന്ന് ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു അഹംഭാവ രീതിയിൽ ഈ കോൺട്രാക്ടർ ഒന്നിനും ഒരു മൈൻഡ് ചെയ്യാത്ത രൂപത്തിൽ ഒരുപാട് ആളുകളുടെ ശ്രദ്ധ കൊടുത്തിട്ടും പല നിയമസഭയിൽ വരെ ഈ നിയോജക മണ്ഡലം MLA നിരവധി തവണ അവിടെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടും അതിനൊന്നും ഒരു പുല്ല് വില കൽപ്പിക്കാത്ത രൂപത്തിലാണ് ഇന്നും ഇവിടെ ഈ കോൺട്രാക്ടർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി വർക്കർ നിയമന സെലക്ഷൻ കമ്മിറ്റിയിൽ രാഷ്ട്രീയവൽക്കരണം നടത്തുന്നതായി UDF. സാമൂഹിക പ്രവർത്തകർ ഉൾപ്പെട്ട നിലവിലെ പട്ടിക റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് UDF അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനങ്ങനടി പഞ്ചായത്തിലെ അംഗനവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്ക് കൂടിക്കാഴ്ച നടത്തുന്നതിനുള്ള സമിതിയിൽ രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിക്കുന്നുവെന്നാണ് UDF ആരോപണം. നേരത്തെ ഉണ്ടായിരുന്ന പട്ടികയിൽ നിന്ന് ഏകപക്ഷീയമായി 2 പേരെ ഒഴിവാക്കി CPM-ൽ നിന്നുള്ള 2 പേരെ നിയമിച്ചു. മുൻ ലിസ്റ്റ് റദ്ദ് ചെയ്യാതെയും കാരണം വ്യക്തമാക്കാതെയും ഒഴിവാക്കിയവർക്ക് അറിയിപ്പ് നൽകാതെയുമാണ് ഒറ്റപ്പാലം ശിശുവികസന പദ്ധതി ഓഫീസർ ഇത്തരത്തിൽ നടപടിയെടുത്തിട്ടുള്ളത്. വനിതാ ശിശുവികസന ഡയറക്ടർക്കും ജില്ലാ ഓഫീസർക്കും പരാതി നൽകി. ശിശുവികസന പദ്ധതി ഓഫീസറെ നേരിൽ കണ്ടും പരാതി അറിയിച്ചു. എന്നാൽ കൂടിക്കാഴ്ചയ്ക്കുള്ള നടപടിയുമായി മുന്നോട്ടു പോകുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്തത്. നേരത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ എതിർപ്പിനെ തുടർന്ന് കൂടിക്കാഴ്ച മാറ്റിവച്ചിരുന്നു. CPM-ഉം ശിശുവികസന പദ്ധതി ഓഫീസറും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായാണ് അംഗനവാടി ജീവനക്കാരുടെ നിയമന സെലക്ഷൻ കമ്മിറ്റിയിൽ അനർഹരായവരെയും പാർട്ടിക്കാരെയും ഉൾപ്പെടുത്തുന്നത്. നിയമവിരുദ്ധവും പക്ഷപാതിത്വപരവുമായ നടപടിക്കെതിരെയും സമിതിയെയും ഇവർ തയ്യാറാക്കുന്ന ലിസ്റ്റും റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് UDF നേതാക്കൾ പറഞ്ഞു. ICDSന് കീഴിൽ വരുന്ന അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സെലക്ഷൻ ലിസ്റ്റ് രൂപീകരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന അഭിമുഖത്തിൽ ആ അഭിമുഖം നടത്താനുള്ള ഇൻ്റർവ്യൂ ബോർഡിൽ 5 സാമൂഹ്യ പ്രവർത്തകരെ പൊതുപ്രവർത്തകരെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ആ ലിസ്റ്റിൽ സാമൂഹ്യ പ്രവർത്തകരെ നിശ്ചിത ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 1/7/2024 CDPO അതായത് ബ്ലോക്ക് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ഒരു അറിയിപ്പ് പഞ്ചായത്തിലേക്ക് അയക്കുകയുണ്ടായി.
അതേ ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു CDPO, പുതുതായി ചാർജ് എടുത്ത CDPO 12/8/2024 മറ്റൊരു ലിസ്റ്റും അയച്ചു. ആദ്യത്തെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ക്രമ നമ്പർ 2, 3 ആളുകളെ, നാരായണൻകുട്ടി, ഗിരിജ എന്നീ പറയുന്ന 2 ആളുകളെ മാറ്റി പകരം 2 ആളുകളെ ഉൾപ്പെടുത്തിയ ഒരു ലിസ്റ്റാണ് രണ്ടാമത് അവർ അയച്ചത്. ഈ ഇത്തരത്തിലെ രണ്ടാമതൊരു ലിസ്റ്റ് റിവൈസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ലിസ്റ്റ് റദ്ദ് ചെയ്യുകയോ ഈ നീക്കം ചെയ്ത ആളുകളെ വിവരം അറിയിക്കുകയോ ഉണ്ടായിട്ടില്ല. എന്ത് കാരണം കൊണ്ടാണ് അവരെ മാറ്റി പുതിയ ആളുകളെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എന്ന് അതിൽ സൂചിപ്പിച്ചിട്ടും ഇല്ലായിരുന്നു. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ UDF അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ K. അബ്ദുസലാം, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് V. മുരളീധരൻ, മുസ്തഫ പുലാക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ P. ഉണ്ണിയൻകുട്ടി, MA റിയാസ് എന്നിവർ പങ്കെടുത്തു. മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ലീഗ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് കത്ത് നൽകി. ഭരണസമിതിയിലെ ലീഗ് അംഗങ്ങളും ജീവനക്കാരും ഒപ്പിട്ട കത്താണ് നേതൃത്വത്തിന് കൈമാറിയത്. കഴിഞ്ഞ 23 വർഷം ബാങ്കിന്റെ പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TS സിദ്ദീഖും ബാങ്ക് സെക്രട്ടറിയും ഒരു ജീവനക്കാരനും അടങ്ങുന്ന 3-അംഗ കോക്കസാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നതെന്നും ബാങ്കിനെ സ്വന്തം സാമ്പത്തിക താൽപര്യത്തിന് സിദ്ദീഖ് ഉപയോഗിച്ചെന്നും കത്തിൽ പറയുന്നു. തിരിച്ചടവില്ലാത്ത വൻതുകകളുടെ ഭൂരിപക്ഷ വായ്പകളും TS സിദ്ദീഖിന്റെയും കോട്ടോപ്പാടത്തെ ലീഗ് നേതാവിന്റെയും ബെനാമി വായ്പകളാണ്. വായ്പകൾ തിരിച്ചടയ്ക്കാതെ ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയ നേതാക്കളെ കൊണ്ട് വായ്പ തിരിച്ചടപ്പിക്കാനും ഇവർക്കെതിരെ പാർട്ടി തലത്തിൽ നടപടി സ്വീകരിക്കാനും ഇടപെടലുണ്ടാകണമെന്നാണ് കത്തിലെ ആവശ്യം. കഴിഞ്ഞ ഭരണസമിതി നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയവർ തന്നെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയെന്ന ആരോപണവും കത്തിലുണ്ട്. അതീവ രഹസ്യമായി നൽകിയ കത്ത് ചോർന്നത് ചർച്ചയായിട്ടുണ്ട്. 2023 ജൂൺ 18 പാറശ്ശേരി ഹസൻ പ്രസിഡന്റായ പുതിയ ഭരണസമിതി നിലവിൽ വന്നിരുന്നു. മണ്ണാർക്കാട് കുരുത്തിച്ചാൽ ഇക്കോ ടൂറിസം പദ്ധതിക്ക് പ്രതീക്ഷ നൽകി കളക്ടറുടെ സന്ദർശനം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ തയ്യാറാകുന്ന പദ്ധതി വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. സൈലന്റ് വാലിയുടെ മറുവശത്തു നിന്ന് ഒഴുകുന്ന കുന്തിപ്പുഴയുടെ പ്രധാന കൈവഴിയായ കുരുത്തിച്ചാലിന്റെ ഓരത്ത് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ് DTPC തയ്യാറാക്കുന്നത്. കുരുത്തിച്ചാൽ ഇക്കോ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് N. ഷംസുദ്ദീൻ MLA സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. പ്രതിദിനം 100-ലേറെ പേരാണ് കുരുത്തിച്ചാലിൽ എത്തുന്നത്. സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതിനാൽ 13 പേർ ഇതിനകം കുരുത്തിച്ചാലിലെ ഒഴുക്കിൽപ്പെട്ടു മരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സുരക്ഷിതമായി പ്രകൃതി ഭംഗി ആസ്വദിക്കാനാവുന്ന പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇതിനായി കുരുത്തിച്ചാലിൽ പയ്യനേടം വില്ലേജിൽപ്പെട്ട റവന്യൂ ഭൂമി ഉപയോഗപ്പെടുത്താമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പദ്ധതിക്ക് ഉപയോഗിക്കാവുന്ന റവന്യൂ ഭൂമി അളന്നു തിരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. കുരുത്തിച്ചാലിന്റെ മറുകരയിൽ തത്തേങ്ങലത്ത് ആദിവാസി വിഭാഗങ്ങൾക്ക് നൽകിയ 1 ഏക്കർ കൃഷിഭൂമി സന്ദർശിക്കാനെത്തിയ കളക്ടർ കുരുത്തിച്ചാലും സന്ദർശിച്ചു. ET മുഹമ്മദ് ബഷീർ MPയുടെ കൂടെയുണ്ട് MP പഞ്ചായത്ത് സംഗമങ്ങൾ ആരംഭിച്ചു. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലും നഗരസഭയിലും സംഗമങ്ങൾ നടന്നു. ജനങ്ങളിൽ നിന്നും MP നേരിട്ട് നിവേദനങ്ങൾ സ്വീകരിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവരാൻ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുമെന്ന് ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. മലപ്പുറം ലോക്സഭാ മണ്ഡലം MP ET മുഹമ്മദ് ബഷീർ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന കൂടെയുണ്ട് MP സംഗമങ്ങൾക്ക് തുടക്കമായി. പുൽപ്പറ്റ പഞ്ചായത്തിലെ പൂക്കളത്തൂരിലായിരുന്നു ആദ്യ സംഗമം. ചൊവ്വാഴ്ച പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ 7 കേന്ദ്രങ്ങളിൽ സംഗമങ്ങൾ നടന്നു. രാവിലെ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ സംഗമം പാറൽ ശിഹാബ് തങ്ങൾ ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. പര്യടനത്തിന് പകരമായി ജനങ്ങളെ നേരിൽ കണ്ട ആവശ്യങ്ങൾ അറിയുന്നതിനും ജനങ്ങളുമായി കൂടുതൽ ഇടപഴകുന്നതിനുമാണ് MPയുടെ സംഗമങ്ങൾ നടത്തുന്നത്. പ്രാദേശികമായി ഏറ്റവും പ്രാധാന്യമുള്ള വികസന ആവശ്യങ്ങൾ നിർദ്ദേശിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP ആവശ്യപ്പെട്ടു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവരാൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചുകൂട്ടുമെന്നും ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. പുതിയ പദ്ധതികൾ എങ്ങനെ നമുക്ക് പറ്റിയ വിധത്തിൽ ഇവിടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ആളുകളെയും പ്രത്യേകമായിട്ട് വിളിച്ചിട്ട് ചർച്ച നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ തിരക്ക് കഴിഞ്ഞിട്ട് അതാണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ഈ മണ്ഡലത്തിൽ എങ്ങനെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഏത് വിധത്തിൽ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള പ്രത്യേകമായ ഡിപ്പാർട്ട്മെൻറ്റിൽ യോഗം വിളിച്ചു കൂട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എണ്ണിച്ചുട്ട അപ്പം പോലെ എന്ന് പറയുന്ന നമ്മുടെ MP ലാഡിൽ കിട്ടുന്ന പൈസ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് വിവിധ തുറകളിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സംഗതികൾ അതാണ് അത് ഉത്സാഹിക്കാൻ സാധിച്ചത്.
പിന്നെ ഈ നിവേദനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് അവരുടെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇതിൻ്റെ കൂട്ടത്തിൽ പൊതുവായിട്ട് ഗവൺമെൻറ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഉന്നയിക്കേണ്ട ചില സംഗതികൾ ഉണ്ട്. മുൻമന്ത്രി നാലകത്ത് സൂപ്പി, നജീബ് കാന്തപുരം MLA, മണ്ഡലം UDF ചെയർമാൻ MM സക്കീർ ഹുസൈൻ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹംസ, ജനറൽ സെക്രട്ടറി CT നൌഷാദ് അലി, ട്രഷറർ കബീർ മുളന്നമണ്ണ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PK മാനു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MP മജീദ്, താണിപ്പ ഹാജി, ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശശിധരൻ മണലായ, വനിതാ ലീഗ് ജില്ലാ ട്രഷറർ KP ഹാജറുമ തുടങ്ങിയവർ പങ്കെടുത്തു. താഴേക്കോട്, വെട്ടത്തൂർ, പുലാമന്തോൾ, ഏലംകുളം, മേലാറ്റൂർ പഞ്ചായത്തുകളിലും പെരിന്തൽമണ്ണ നഗരസഭയിലും ഓരോ കേന്ദ്രങ്ങളിൽ MP-യുടെ ജനസംഗമങ്ങൾ നടന്നു. ET മുഹമ്മദ് ബഷീർ MP-യുടെ വിജയത്തിന് ശേഷം കൂടെയുണ്ട് MP എന്ന പരിപാടിയുടെ ഭാഗമായി താഴേക്കോട് പഞ്ചായത്ത് തല UDF സംഗമം താഴേക്കോട് സെന്ററിൽ നടന്നു. തന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും MP നന്ദി അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനങ്ങളും സ്വീകരിച്ചു. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച സന്തോഷം ജനങ്ങളെയും UDF നേതാക്കളെയും പ്രവർത്തകരെയും നേരിട്ട് അറിയിക്കാനും ആവശ്യങ്ങൾ നിവേദനങ്ങളായി സ്വീകരിക്കാനുമാണ് കൂടെയുണ്ട് MP എന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. താഴേക്കോട് പഞ്ചായത്ത് തല UDF സംഗമം താഴേക്കോട് സെന്ററിൽ ചൊവ്വാഴ്ച നടന്നു. മുദ്രാവാക്യം വിളിയോടെയാണ് MP-യെ പ്രവർത്തകർ സ്വീകരിച്ചത്. തന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും MP നന്ദി അറിയിച്ചു. ഒപ്പം ആളുകളിൽ നിന്നും നിവേദനങ്ങളും സ്വീകരിച്ചു. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പാലത്തിലെ ഗതാഗതക്കുരുക്കിനുൾപ്പെടെ പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും MP പറഞ്ഞു. ഇനി അതിൻ്റെ പിന്നാലെ നോക്കാം. അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ആളുകൾ ഒരുപാട് സമയം അതിൻ്റെ ജാമായിട്ട് യാത്രാ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന കാര്യം നിങ്ങളിപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഇവിടെ നൽകിയിട്ടുള്ള മറ്റെല്ലാവിധ നിവേദനങ്ങളും നോക്കി ഓരോന്ന് ഞങ്ങൾ തരംതിരിച്ച് ഏത് വിധത്തിൽ ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ മാത്രമുള്ളതിന് ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല. പക്ഷേ അതിന് നമ്മുടെ എല്ലായിടത്തുള്ള സൗകര്യം എന്ന് പറയുന്നത് നമ്മുടെ MLA-മാരും കൂടിയുണ്ട്. ഞങ്ങൾ അവരുമായിട്ട് കൂടി ബന്ധപ്പെട്ട് MP എന്നുള്ള നിലയിൽ പുഷിങ്ങോട് കൂടി അത്തരം കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യാമെന്ന് ഞാൻ പറയുകയാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഓങ്ങല്ലൂർ ഹമീദ് അധ്യക്ഷനായി. മുൻമന്ത്രി നാലകത്ത് സുപ്പി, UDF മണ്ഡലം ചെയർമാൻ MM സക്കീർ ഹുസൈൻ, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK നാസർ, താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MT അഫ്സൽ, കളപ്പാടൻ ഹുസൈൻ, രാമകൃഷ്ണൻ, മുഹമ്മദ് അലി പുലിക്കട, PT സുകുമാരൻ, PT ഖാലിദ്, PT ഹൈദറസ് ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ചെർപ്പശ്ശേരി നഗര നവീകരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം KK അസീസ് പ്രകടനം ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിലെ ഡ്രെയിനേജ് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് UDF ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. ഈ ഭാഗത്ത് ഡ്രെയിനേജ് ഒരേപോലെയല്ല നിർമ്മിച്ചിരിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പാലക്കാട് റോഡിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രതിഷേധക്കാർ ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിലെ ഡ്രെയിനേജ് നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞു. തുടർന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം KK അസീസ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. ഒരു ഭാഗത്തുനിന്ന് രണ്ട് ഭാഗത്തും 4 വരി പാത വന്ന് ഈ ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിലെത്തിയാൽ പഴയകാലത്തെ ചോടാക്കുട്ടിയെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ ഒരു കട്ടപ്പുര നിൽക്കുകയാണ്. അതിന് മുമ്പിലൂടെ വളച്ചു. ഞങ്ങളതിന്റെ ഉടമസ്ഥനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ ഈ റോഡ് പഴയകാലത്തെ ഈ ബിൽഡിങ്ങിന്റെ മുമ്പിൽ നിന്നിപ്പോ റ എന്ന് പറഞ്ഞാൽ റ തെറ്റും. ആ രീതിയിലാണ് വളച്ചു കൊണ്ടുവന്ന് ഇവിടെ ഡ്രെയിനേജ് പണിയുന്നത്. 4 വരി പാത 2 ഭാഗത്തു നിന്നും വാഹനങ്ങൾ വന്നാൽ ഇവിടെ വന്നാലേ ഈ ഏറ്റവും കൺജസ്റ്റഡ് ആയ ഈ ഏരിയയിൽ വന്നാൽ ഇത് വളരെയധികം ടൗണിലെ ഗതാഗത കുരുക്കുണ്ടാക്കും. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇതിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇപ്പോ ഈ ഒറ്റപ്പാലം റോഡ് ജംഗ്ഷൻ മുതൽ ഒന്ന് മഞ്ചക്കല്ല് വരെ പോകണമെങ്കിൽ ഈ ടൈമുകളിൽ രാവിലെ വൈകിട്ട് 9:30 മണിക്കും അതുപോലെ വൈകുന്നേര സമയങ്ങളിലുമൊക്കെ മണിക്കൂറുകൾ ഗതാഗത തടസ്സമുണ്ടാകുന്ന, ട്രാഫിക് ജാം ഉണ്ടാകുന്ന ഒരവസ്ഥ ഇപ്പൊ നിലനിൽക്കുകയാണ്. അതിനെ വെല്ലുന്ന തരത്തിലുള്ള വലിയ തോന്നുന്ന ട്രാഫിക് ജാം ഉണ്ടാകും എന്ന് മാത്രമല്ല 37 കോടി രൂപയാണ് ഈ പരിപാടിക്ക് ചെലവഴിക്കുന്നത് എന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ ശ്രദ്ധിക്കണം. അതായത് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ
പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 4.5 കോടി രൂപ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അവിടെ ഇലക്ട്രിക് പോസ്റ്റുകളും മറ്റും ലൈന് മാറ്റുന്നതിന് വേണ്ടി 1.5 കോടിയിലേറെ രൂപ കൊടുക്കുന്നുണ്ട്. ഇപ്പോ ബാക്കി ഏതാണ്ട് 37 കോടിയിൽ 31 കോടി രൂപയും ഈ റോഡ് ഏതാണ്ട് മഞ്ചക്കല്ല് മുതൽ കച്ചേരിക്കുന്ന് വരെയുള്ള റോഡ് അത് പകുതി സ്ഥലം പിന്നെ 2 വരിപ്പാതയാണ്, ബാക്കി സ്ഥലം 4 വരിപ്പാതയുള്ളൂ. ഇത്രയും 31 കോടി രൂപ ചെലവഴിക്കുമ്പോൾ ഇങ്ങനെ കുടുസായ പ്രദേശങ്ങളിൽ സ്ഥലം നേരത്തെ സ്വാഗതപ്രാശനം സൂചിപ്പിച്ചതുപോലെ സ്ഥലം ഏറ്റെടുക്കേണ്ട അവസ്ഥയുണ്ടാകും. സ്ഥലം ഏറ്റെടുക്കണം. അത് ഏറ്റെടുക്കാതെ ഇങ്ങനെ ഒരു റോഡ് നവീകരിച്ചതുകൊണ്ട് ഇത് ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇത് ചെയ്യുന്നത് എന്നത് ആലോചിക്കണം. മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് CA ബക്കർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ്, PP വിനോദ് കുമാർ, P അക്ബർ അലി, MK നജീബ്, VG ദീപേഷ്, M ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ആയിഷ പാലത്തിങ്ങൽ, ഷഹനാസ് ബാബു, ശിവൻ തൂത, ഇക്ബാൽ ദുറാനി, ജയൻ നിരപ്പറമ്പിൽ, ഷമീർ ഇറക്കിങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒരുപാലം നഗരസഭയിൽ പച്ചക്കറി കൃഷി ഉൽപ്പാദനത്തിനാവശ്യമായ ഉപാധികൾ വിതരണം ചെയ്യാത്തതിനെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ ബഹളം. ഗുണഭോക്തൃ വിഹിതം വാങ്ങി 1 വർഷത്തോളമായിട്ടും സാധനങ്ങളുടെ വിതരണം വൈകുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. പച്ചക്കറി കൃഷി ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൃഷി ഓഫീസ് മുഖേന നഗരസഭയിലെ ഗുണഭോക്താക്കൾക്ക് ചട്ടികൾ വിതരണം ചെയ്യുന്നത് വൈകുന്ന വിഷയമാണ് അടിയന്തര കൗൺസിൽ യോഗത്തിൽ ചർച്ചയായത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതി ഗുണഭോക്തൃവിഹിതം വാങ്ങി ഇതുവരെയും നടപ്പായില്ലെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. 500 രൂപ ഗുണഭോക്തൃവിഹിതത്തിന് 10 ചട്ടികളും നിറയ്ക്കാനുള്ള വളമിശ്രിതവും വിത്തുകളും നൽകുന്നതാണ് പദ്ധതി. ഒരു വാർഡിൽ നിന്നും 20 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. പദ്ധതിക്കായി 15 ലക്ഷം രൂപയാണ് നഗരസഭ വകയിരുത്തിയിരിക്കുന്നത്. ഗുണഭോക്താക്കൾക്ക് പച്ചക്കറി കൃഷി ഉൽപ്പാദന ഉപാധികൾ നൽകാത്തതിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതായും ഒക്ടോബർ 10 മുൻപായി എല്ലാ വാർഡുകളിലും പച്ചക്കറി ഉൽപ്പാദനോപാധികൾ വിതരണം ചെയ്യുമെന്നും നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും യോഗത്തിൽ അറിയിച്ചു. യുവാക്കളെ ബൈക്കിൽ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി കല്ലുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മണ്ണാർക്കാട് 5 പേർ അറസ്റ്റിൽ. ഒളിവിൽ പോയ പ്രതികളെ ബംഗളൂരുവിൽ നിന്നാണ് പിടികൂടിയത്. മണ്ണാർക്കാട് പെരുമ്പിടാരി കളത്തിൽ ഫായിസ്, കോട്ടപ്പാടം കുന്നത്ത് നസറുദ്ദീൻ, കോത്താളത്തിൽ അനീഷ്, പെരുമ്പിടാരി മേലേതിൽ സിയാദ്, പൂളക്കാത്തോടി ഫിയാസ് എന്നിവരെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 8-ന് തെങ്കര കൊറ്റിയോട് സ്വദേശി വൈഷിൻ ഉക്കാഷു സുഹൃത്ത് ആഷിഫും ബൈക്കിൽ പോകുന്നതിനിടെ ഫോണിൽ അസഭ്യം പറഞ്ഞത് പ്രതികളെയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ബഹളത്തിന്റെ തുടക്കം. ഉക്കാഷിനെയും ആഷിഫിനെയും 5 പേരും പിന്തുടർന്ന് വെള്ളാരംകുന്ന് ബസ് സ്റ്റോപ്പിന് സമീപം ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിച്ചുവെന്ന ഉക്കാഷിന്റെ പരാതിയിലാണ് അറസ്റ്റ്. പ്രതികളുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പിടിയിലായത്. മണ്ണാർക്കാട് ഡിവൈഎസ്പി സുന്ദരന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. പ്രതികളെ റിമാൻഡ് ചെയ്തു. വെളിനേഴി അടയ്ക്കാപ്പുത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ പദവിയായ NQAS അംഗീകാരം. ആശുപത്രിയുടെ ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങളും സേവനങ്ങളുമെല്ലാം വിലയിരുത്തിയാണ് രാജ്യത്തെ മികച്ച ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയുള്ള NQAS അംഗീകാരം ലഭിച്ചത്. നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് പദവി ലഭിക്കുന്ന ജില്ലയിലെ 9ാമത്തെയും ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലെ 4ാമത്തെയും ആരോഗ്യ സ്ഥാപനമാണ് അടയ്ക്കാപ്പുത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം. വൃത്തിയായ ആശുപത്രി അന്തരീക്ഷം, ശാസ്ത്രീയ മാലിന്യ സംസ്കരണം, പൂർണ്ണമായും കടലാസ് രഹിത ഹെൽത്ത് സമ്പ്രദായം വഴി കാര്യക്ഷമമായ രോഗീ സേവനം, മികച്ച ലബോറട്ടറി, ഫാർമസി, ശിശു സൗഹൃദ ആശുപത്രി ബാലോദ്യാനം,
ഔഷധോദ്യാനം, ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവയെല്ലാമാണ് ആശുപത്രിയെ അംഗീകാരത്തിന് അർഹമാക്കിയത്. കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പിലും ഗർഭകാല ആരോഗ്യ സേവനങ്ങളിലും സമ്പൂർണ്ണ നേട്ടം. സ്ഥാപന പരിധിയിൽ വിവിധ ദേശീയ ആരോഗ്യ പരിപാടികളുടെ ഫലപ്രദവും ജനകീയവുമായ നടത്തിപ്പും പകർച്ചവ്യാധി രോഗങ്ങളുടെ പ്രതിരോധ മികവും വിലയിരുത്തപ്പെട്ടു. തദ്ദേശ സ്ഥാപന പാലിയേറ്റീവ് പരിചരണ സേവനങ്ങളിലെ ജനകീയ പങ്കാളിത്തവും ഡോക്ടർ ഹോം കെയർ പദ്ധതി വൈവിധ്യങ്ങളും ദേശീയ പരിശോധകരുടെ പ്രശംസ ഏറ്റുവാങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി ചെയർപേഴ്സണും ഡോക്ടർ മുഹമ്മദ് ഷെരീഫ് കൺവീനറുമായ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി കൃത്യമായ ഇടവേളകളിൽ പ്രവർത്തനാവലോകനം നടത്തിയാണ് ഈ നേട്ടത്തിലെത്തിയത്. പഞ്ചായത്തിനാകെ അഭിമാനിക്കാവുന്ന നേട്ടമാണിതെന്നും വെള്ളിനേഴി കുടുംബാരോഗ്യ കേന്ദ്രവും ദേശീയ ഗുണനിലവാര പദവിക്കായുള്ള ഒരുക്കത്തിലാണെന്നും പ്രസിഡന്റ് കെ ജയലക്ഷ്മി അറിയിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈവാഹികം 2024 പരിപാടി സംഘടിപ്പിച്ചു. രക്ഷാധികാരി കെ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വൈവാഹികം 2024 പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തിന് പുറത്തുനിന്നടക്കം 900ഓളം യുവതി യുവാക്കളും രക്ഷിതാക്കളും പുനർവിവാഹാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി രക്ഷാധികാരി കെ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് പി സോമസുന്ദരൻ അധ്യക്ഷനായി. വൈവാഹിക സംഗമം സംബന്ധിച്ച് താലൂക്ക് സംഘടനാ സെക്രട്ടറി എൻ നാരായണൻകുട്ടി സംസാരിച്ചു. താലൂക്ക് വൈസ് പ്രസിഡന്റ് പ്രേമലത, വാർഡ് മെമ്പർ ആശ, സംസ്ഥാന സമിതി അംഗം സി കൃഷ്ണനുണ്ണി, രമേശ് ബാബു തുടങ്ങിയവരും സംസാരിച്ചു. പ്രത്യേക രൂപരേഖകൾ തയ്യാറാക്കിയാണ് സംഗമം അവസാനിച്ചത്. അനങ്ങനടി ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഗ്ലോബൽ KMCC സ്പോൺസർ ചെയ്ത ആംബുലൻസിന്റെ സമർപ്പണം ബുധനാഴ്ച നടക്കും. പണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഗ്ലോബൽ KMCC അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റിയാണ് ആംബുലൻസ് നൽകുന്നതെന്ന് സൊസൈറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചുരുങ്ങിയ നിരക്കിൽ എല്ലാവർക്കും സേവനം ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. അനങ്ങനടി പഞ്ചായത്ത് പരിധിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഷിയാബ് തങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി. ബുധനാഴ്ച വൈകുന്നേരം 4:30 കോതകുർശിയിൽ വെച്ച് പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. VK ശ്രീകണ്ഠൻ MP വിശിഷ്ടാതിഥിയാകും. സൊസൈറ്റി അംഗത്വ ക്യാമ്പയിൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മൗലവി മാരായമംഗലം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്ത് പരിധിയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഷിയാബ് തങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി അനങ്ങനടി എന്ന പേരിലുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഇക്കഴിഞ്ഞ ആഗസ്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ ഒരു ആദ്യത്തെ പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ആംബുലൻസ് സർവീസ് ഏർപ്പെടുത്തുന്നുണ്ട്. ആ ആംബുലൻസ് നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് ഗ്ലോബൽ KMCC അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റിയാണ്. അനങ്ങനടി പഞ്ചായത്തിലെ വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള KMCC അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഗ്ലോബൽ KMCC. അവരുടെ ഒരു സ്പോൺസർഷിപ്പിൽ ഷിയാബ് തങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി ഒരു ആംബുലൻസ് സർവീസ് ഞങ്ങൾ വരികയാണ്. അതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 4:30 കോതകുർശി ജംഗ്ഷനിൽ വെച്ച് ചേർന്ന പൊതുസമ്മേളനത്തിൽ വെച്ചിട്ട് മുൻ പത്തോടെ ചേർന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ കെ അബ്ദുസലാം, കൺവീനർ പി ഉണ്ണീൻകുട്ടി, ഗ്ലോബൽ KMCC പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ MP അബ്ദുൾ റസാഖ് മൗലവി, PM ബഷീർ, MA റിയാസ് എന്നിവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ ബ്ലോക്ക് തല മണ്ണ് പരിശോധനാ ക്യാമ്പയിനും കാർഷിക വിജ്ഞാന ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുഹമ്മദ് മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെയും കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് തല പരിപാടി സംഘടിപ്പിച്ചത്. മണ്ണറിഞ്ഞ് മണ്ണിനെ പരിപാലിക്കുന്നത് കർഷകന്റെ ചെലവ് കുറയ്ക്കുന്നതിനും കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും സാധ്യമാകും. ശാസ്ത്രീയമായ മണ്ണ് പരിശോധന നടത്തുന്നത് വഴി മണ്ണിന്റെ ഫലപുഷ്ടി നിർണയത്തിനും നല്ല മണ്ണ് പരിപാലനത്തിനും കർഷകരെ സഹായിക്കും. ഈ ഉദ്ദേശത്തോടുകൂടി മണ്ണറിവ് 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പെരിന്തൽമണ്ണ വ്യാപാര ഭവനിലാണ് നടന്നത്. മണ്ണ് പരിശോധന ക്യാമ്പയിനും കാർഷിക വിജ്ഞാന ബോധവൽക്കരണ സെമിനാറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ആ മണ്ണിനെ അറിഞ്ഞ് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. ഏത് മണ്ണാണ്, ഏത് മൂലകമാണ് അവിടെ കൂടുതലുള്ളത്,
എന്താണ് അതിൻ്റെ ഡെഫിഷ്യൻസിക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത്. ഈ വക കാര്യങ്ങളെ കൂടി നമ്മൾ കണക്കിലെടുത്തിട്ടില്ലെങ്കിൽ ഈ ഞാറ്റുവേലകളും അതുപോലെ തന്നെ ഋതുഭേദങ്ങളും ഒക്കെ മാറി മറിഞ്ഞ് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് തീർത്തും അസാധ്യമായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള ആ ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി മനസ്സിൽ അറിഞ്ഞ് അതിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രതിവിധി ഇപ്പം നമ്മൾ തുടക്കത്തിൽ വയനാടിൻ്റെ ദുരന്തത്തിൽ അനുശോചിച്ചുകൊണ്ട് മൗനപ്രാർത്ഥനയിലാണ്ടു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുളത്ത് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷനായ അസീസ് പട്ടിക്കാട്, അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, മലപ്പുറം മണ്ണ് പരിവേഷണ അസിസ്റ്റന്റ് ഡയറക്ടർ വി അബ്ദുൽ ഹമീദ്, പെരിന്തൽമണ്ണ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുഹൈബ് തോട്ടിയാൻ, മലപ്പുറം മണ്ണ് പരിവേഷണ ഓഫീസർ TK ആഷിഖ് തുടങ്ങിയവർ സംസാരിച്ചു. കർഷക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ പദ്ധതികളും മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ജില്ലയിലെ പദ്ധതികളും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. കാർഷിക അഭിവൃദ്ധിക്ക് അത്യാവശ്യമായ മണ്ണ് പരിപാലനത്തെ ബന്ധപ്പെടുത്തി വയനാട് സോയിൽ അനാലിറ്റിക്കൽ ലബോറട്ടറി സീനിയർ കെമിസ്റ്റ് M രവി കാർഷിക സെമിനാർ നയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള കർഷകരും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി രണ്ടാംഘട്ട ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പട്ടാമ്പി നഗരസഭയിൽ തുടക്കമായി. ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധങ്ങളായ പരിപാടികളാണ് ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ രണ്ടാം ഘട്ടം വിപുലമായ രീതിയിലാണ് പട്ടാമ്പിയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ, മാരത്തോൺ, മനുഷ്യച്ചങ്ങല, ചിത്രരചന ഉൾപ്പെടെയുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായുള്ള മാസ്റ്റർ ക്ലീനിംഗാണ് 2 ദിവസങ്ങളിലായി നടക്കുന്നത്. ഒക്ടോബർ 2-ന് മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ട പദ്ധതി, ഹരിത കേരള മിഷൻ ജനകീയ ക്യാമ്പയിൻ എന്നിവയുടെ ഉദ്ഘാടനവും നടക്കും. പട്ടാമ്പി നഗരസഭയോടൊപ്പം എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ TP ഷാജി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KT റുക്കിയ, ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ CD ദിലീപ്, അരുൺ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗവൺമെന്റ് സംസ്കൃത കോളേജ് സ്റ്റോപ്പ് പരിസരം, ലിബർട്ടി പരിസരം എന്നിവിടങ്ങളിൽ ശുചീകരണം നടത്തി. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ, കോളേജ് NSS വളണ്ടിയർമാർ, പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവർ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായി സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അതിജീവനത്തിനായുള്ള 2 സഹോദരങ്ങളുടെ ഒരു വാർത്തയിലേക്കാണ് ഇനി. ശാരീരിക പരിമിതികളെ അതിജീവിച്ച് ജീവിതം രാഗിമിനുക്കിയെടുക്കാൻ പെടാപ്പാടുപെടുന്ന ശ്രീരാമും വിഷ്ണുവുമാണ് ഈ സഹോദരങ്ങൾ. 2 പേരും മികച്ച കലാകാരന്മാരാണ്. ഇവർക്ക് ഇനി വേണ്ടത് സമൂഹത്തിൻ്റെ പിന്തുണയും സഹായവും പ്രോത്സാഹനവുമാണ്. കാണാം ശ്രീകൃഷ്ണപുരം ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട്. കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കിഴക്കേക്കരയിൽ താമസിക്കുന്നവരാണ് ശ്രീരാമും വിഷ്ണുവും. സഹോദരങ്ങളായ ഇരുവർക്കും കേൾവിശക്തിയും സംസാരശേഷിയുമില്ല. എന്നാൽ 2 പേരും മികച്ച കലാകാരന്മാരാണ്. വിഷ്ണു നന്നായി ചിത്രം വരയ്ക്കും. ചേട്ടൻ ശ്രീരാമുമൊത്ത് കരകൗശല വസ്തുക്കളും നിർമ്മിക്കും. സ്കൂൾ പഠനകാലത്ത് ഇവർ നിർമ്മിച്ച ഇരട്ടക്കാളകളുടെ മിനിയേച്ചർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഇപ്പോൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ് ഈ കുടുംബം. അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ്. പഞ്ചായത്തിൽ നിന്നും കിട്ടിയ ലൈഫ് പദ്ധതി പ്രകാരമുള്ള വീട് പണി പാതി വഴിയിൽ നിർത്തിയിരിക്കുകയാണ്. ദൈവികമായി കിട്ടിയ ഈ കഴിവുകളെ ഉപയോഗപ്പെടുത്തി മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുണ്ടാക്കാൻ ഇവരെ സഹായിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ ആളില്ല എന്നതാണ് പിതാവ് ഉണ്ണികൃഷ്ണന്റെ ഇപ്പോഴത്തെ വിഷമം. കിടപ്പാടം പോലും പണയത്തിലാണെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. മക്കൾക്ക് നല്ലൊരു ജീവിതമുണ്ടാക്കി കൊടുക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം. അതിന് തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലും മക്കളുടെ ജന്മസിദ്ധമായ കഴിവുകളെ രാഗിമിനുക്കാൻ പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ വിലങ്ങുതടിയായി നിൽക്കുന്നു. ഒരു ലൈഫിൽ എവിടെ എത്തും എന്നുള്ളതൊരു ചിന്താഗതി പോലും മനസ്സിനെ തട്ടി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും പദം വഹിച്ച ജീവിതത്തിൽ പറയാൻ ഇനി വേറെ വാക്കുകളൊന്നുമില്ല. പൊതുവേ നമ്മുടെ ഇപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പെട്ട് അനുഭവിച്ച് ജീവിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ്. എല്ലാം അന്ന് അധ്വാനിക്കാനോ പ്രവർത്തിക്കാനോ ചെയ്യുന്ന സമയത്ത് ഭാര്യയെ കണ്ടില്ല, മക്കളെ കണ്ടില്ല, എല്ലാം കൂട്ടുകുടുംബത്തിന് വേണ്ടി ജീവിച്ചു. ഇപ്പോൾ കൂട്ടുകുടുംബം ഉണ്ടെങ്കിലും കൂടി അവർ ഏതാണ് എൻ്റെ മക്കൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എങ്ങനെയാണ്, അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് പോലും അറിയാനോ ചോദിക്കാനോ ഇപ്പോൾ എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി ഞാൻ ജീവിച്ചു പോകുന്നപ്പോഴത്തേനും എൻ്റെ കയ്യിൽ നിന്നെല്ലാം കുറച്ച് കൈവിട്ട് പോയി. ഇപ്പോൾ
അപ്പോൾ അതോർത്ത് ഞാൻ വിഷമിക്കുന്നില്ല. സമൂഹ മാധ്യമങ്ങളിലും ഇങ്ങനെ പ്രചരിപ്പിച്ചാലും അവരിപ്പോൾ ഒരു കോടികൾ തരാനോ അല്ലെങ്കിൽ അവർക്കൊരു നല്ല നിലയിൽ എത്തിക്കാനോ ആരും പുറപ്പെട്ടു വരിക അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോൾ സ്വന്തം ബന്ധങ്ങളില്ലാത്ത ഒരു കാലത്ത് സമൂഹങ്ങളിൽ ഇറങ്ങുമോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോഴും ഞാൻ ജീവിച്ചു പോകുന്നത്. പൂർണ്ണമായും മരത്തിൽ നിർമ്മിച്ച 15 അടിയോളം ഉയരമുള്ള ഇരട്ടക്കാളകൾ ഇപ്പോൾ ഇവർക്കുണ്ട്. 2.5 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ കാളകൾ ഉത്സവ സീസണുകളിൽ വാടകയ്ക്ക് പോകാറുണ്ടെങ്കിലും ഇറക്കിയ പൈസ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഫൈബറിൽ നിർമ്മിച്ച കാളകളാണ് ഇപ്പോൾ ഉത്സവപ്പറമ്പുകൾ അടക്കി വാഴുന്നത്. അത്തരം കാളകളെ നിർമ്മിക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ആഗ്രഹവും. അതിന് പിന്തുണയും സഹായവുമാണ് ഇവർക്ക് ആവശ്യം. ശാരീരിക പരിമിതികൾക്കിടയിലും കഠിനാധ്വാനം ചെയ്യാൻ സന്നദ്ധരാണ് ഈ ചെറുപ്പക്കാർ. ഇവർക്ക് പറയുവാനും ചെയ്യുവാനും ഒരുപാടുണ്ട്. സന്മനസ്സുള്ളവർ മുന്നോട്ട് വന്നാൽ അത് ഈ സഹോദരങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വയോജനങ്ങൾക്കൊപ്പം NSS ദിനം ആചരിച്ച് ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഷൊർണൂർ കൂനത്തറയിലെ ശരണാലയം വൃദ്ധസദനത്തിലെത്തിയാണ് വിദ്യാർത്ഥികൾ വയോജനങ്ങൾക്കൊപ്പം സമയം ചെലവഴിച്ചത്. സെപ്റ്റംബർ 24 നാഷണൽ സർവീസ് സ്കീം ദിനത്തോടനുബന്ധിച്ചാണ് ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ കൂനത്തറയിലെ ശരണാലയം വൃദ്ധസദനത്തിൽ എത്തിയത്. വയോജനങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കുകയും അവരുടെ മാനസിക ഉല്ലാസത്തിനായി വിവിധ കലാപരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ശേഖരിച്ച ആവശ്യ സാധനങ്ങളായ സോപ്പ് പൊടി, ഡിഷ് വാഷ് തുടങ്ങിയവയും കൈമാറി. NSS ദിനത്തിൽ വ്യത്യസ്തമായ അനുഭവമാണ് ഇതിലൂടെ ലഭ്യമായതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. NSS പ്രോഗ്രാം ഓഫീസർ അൽഫിന സെബാസ്റ്റ്യൻ, അധ്യാപകരായ രമ്യ, ഹെന, സുധീർ, സുജിത്ത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. NSS ദിനാചരണത്തിന്റെ ഭാഗമായി കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSE NSS യൂണിറ്റും ചെറുപ്പളശ്ശേരിയിലെ കണ്ണാശുപത്രിയും സംയുക്തമായാണ് കുട്ടികൾക്കായി നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് സ്കൂൾ PTA പ്രസിഡന്റ് വിനോദ് കുമാർ PP ഉദ്ഘാടനം ചെയ്തു. ഇബ്നുഷ യോഗത്തിൽ അധ്യക്ഷനായി. NSS പ്രോഗ്രാം ഓഫീസർ രതീഷ് K, സ്കൂൾ പ്രധാനാധ്യാപിക ജലജ KT, PTA അംഗം അബ്ദുൽ നാസർ, SMC അംഗം ഷാഹുൽ അമീദ് NP, അധ്യാപകൻ ജയൻ K എന്നിവർ സംസാരിച്ചു. വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിക്കുന്ന ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലനങ്ങൾക്ക് തുടക്കമായി പേപ്പർ കവർ, പേപ്പർ ബാഗ് എന്നിവയുടെ നിർമ്മാണ പരിശീലനമാണ് ആദ്യഘട്ടമായി ആരംഭിച്ചത്. പരിപാടി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ കീഴിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയാണ് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് സൗജന്യ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലനം നടത്തുന്നത്. തുന്നൽ പരിശീലനം, പേപ്പർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി, വയറിംഗ് ആൻഡ് പ്ലംബിംഗ്, മെഴുകുതിരി നിർമ്മാണം, റബ്ബർ ടാപ്പിംഗ്, കൂൺകൃഷി തുടങ്ങിയ 14 തൊഴിലുകൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. ഇതിൽ ആദ്യഘട്ടമായാണ് പേപ്പർ കവർ, പേപ്പർ ബാഗ് എന്നിവയുടെ നിർമ്മാണ പരിശീലനം ആരംഭിച്ചത്. ബാങ്ക് ഹാളിൽ നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ നിർവഹിച്ചു. നിങ്ങളുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടിടത്ത് നിന്ന് തുടങ്ങാനുള്ള ഒരു അവസരം ഈ ഒരു ബാങ്ക് എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അവർ നൽകുന്ന ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ അതിലൊരു ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ കുടുംബശ്രീയും ഈ ഒരു ബാങ്ക് നൽകുന്ന ഈ ഒരു സപ്പോർട്ടിനെ നിങ്ങൾ വളരെയധികം ആത്മാർത്ഥതയോടെ കാണണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം മറ്റേതൊരു ജോലിയേക്കാളും വിശാലമാണ് സംരംഭം. കാരണം നമ്മുടെ സ്ഥിരോത്സാഹം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം, നമ്മുടെ സ്വപ്നങ്ങളാണ് അതിനെ വളർത്തുന്നത്. കാരണം ഒരാൾ അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമ്മൾക്ക് എന്ത് സ്വപ്നം കാണാൻ കഴിയുന്നു അല്ലെങ്കിൽ അവിടെ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി അതിനെ പരിശ്രമിക്കുന്നു, അതാണ് അതിന്റെ വിജയം. ബാങ്ക് പ്രസിഡന്റ് PP അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം P മുസ്തഫ, CDS ചെയർപേഴ്സൺ രതിക, ബാങ്ക് വൈസ് പ്രസിഡന്റ് V അബ്ദുള്ള, ഡയറക്ടർമാരായ KA സുദർശനകുമാർ, ശ്രീജ, VT ഉസ്മാൻ, T രാജകൃഷ്ണൻ, പൊതുപ്രവർത്തകൻ ടോമി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. അപേക്ഷ നൽകിയ 32 സ്ത്രീകൾക്കുള്ള പരിശീലനം ചൊവ്വാഴ്ച മുതൽ ബാങ്ക് ഹാളിൽ ആരംഭിച്ചു. 10 ദിവസമാണ് പരിശീലന കാലാവധി. 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ അവസരമൊരുക്കിയിരുന്നു. NAC അംഗീകാരത്തിന്റെ തിളക്കത്തിൽ കാറൽമണ്ണ CCST കോളേജ്. NAC പ്രതിനിധികൾ നടത്തിയ സന്ദർശനത്തിൽ B+ ഗ്രേഡ് അക്രഡിറ്റേഷൻ നേടിയാണ് CCST കോളേജ് യശസ് ഉയർത്തിയത്. ഉപരിവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പഠന മികവടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് അവയുടെ ഗ്രേഡ് നിർണ്ണയിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള
നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ സെപ്റ്റംബർ 11-12 തീയതികളിലാണ് ചെറുപ്പുളശ്ശേരി കാർമണ്ണ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സന്ദർശനം നടത്തി കോളേജിന് B+ ഗ്രേഡ് നൽകിയത്. 14 വർഷമായി ചെറുപ്പുളശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന CCST കോളേജ് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അക്കാദമിക മികവോടെ നൽകുന്നതിൽ പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് നാക് സംഘം വിലയിരുത്തി. B+ അക്രഡിറ്റേഷൻ സ്ഥാപനത്തിന്റെ യശസ് ഉയർത്തുന്നതിനോടൊപ്പം പ്രാദേശിക സമൂഹത്തിന് കാര്യമായ പ്രയോജനം ചെയ്യുമെന്നും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ, ഗവേഷണ ഓർഗനൈസേഷനുകൾ എന്നിവയുമായുള്ള സഹകരണത്തിന് ഇത് പുതിയ വഴികൾ തുറക്കുമെന്നും പ്രിൻസിപ്പൽ പ്രൊഫസർ NK ബാബുവും എക്സിക്യൂട്ടീവ് ഡയറക്ടർ C ഹരിദാസനും അറിയിച്ചു. വസന്തം വെഡ്ഡിംഗ് കാസിൽ ഓണം നറുക്കെടുപ്പ് നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ബാസിദ് മുസ്ലിം ബമ്പർ സമ്മാനത്തിനുള്ള നറുക്കെടുത്തു. വസന്തം വെഡ്ഡിംഗ് കാസിലിൽ ഓണം പ്രമാണിച്ച് പർച്ചേസ് നടത്തിയവർക്കായി സമ്മാന പദ്ധതി ഒരുക്കിയിരുന്നു. ബമ്പർ പ്രൈസായ 50,000 രൂപയ്ക്ക് ശിവൻകുന്ന് സ്വദേശിനി മഹേശ്വരി അർഹയായി. 10,000 രൂപ വീതം 5 പേർക്കുള്ള സമ്മാനത്തിന് പുല്ലശ്ശേരി കമ്മാപ്പ, കാഞ്ഞിരം ജാൻസി ഷിബു, എതിർപ്പണം അനിത, പള്ളിക്കുറുപ്പ് അബ്ബാസ്, ചിറക്കൽപ്പടി ഹബീബ എന്നിവർക്ക് ലഭിച്ചു. വസന്തം തുടക്കം മുതൽ തന്നെ ഉപഭോക്താക്കളുടെ ഇഷ്ടങ്ങളും അഭിലാഷങ്ങളും മാനിച്ചുകൊണ്ടും അവരുടെ ലാഭത്തിന്റെ ഒരു ഭാഗം ഉപഭോക്താക്കൾക്ക് നൽകിയുമാണ് പ്രവർത്തിക്കുന്നതെന്ന് നറുക്കെടുത്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ബാസിദ് മുസ്ലിം പറഞ്ഞു. വസന്തം വെഡ്ഡിംഗ് കാസിലിനെ സംബന്ധിച്ചിടത്തോളം എന്നും തുടക്കം മുതൽക്ക് തന്നെ ഉപഭോക്താക്കളുടെ ഇഷ്ടങ്ങളും അഭിലാഷങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം സമ്മാനമായി തിരിച്ചു നൽകുകയും ചെയ്യുന്ന ശൈലിയാണ് ഇതിൻ്റെ ഉടമസ്ഥർക്കുള്ളത്. അതുപോലെ ഇതിൻ്റെ ഉദ്ഘാടനത്തിനും നറുക്കെടുത്ത് ഒരു സാധാരണക്കാരിയെ കൊണ്ടാണ് ഉദ്ഘാടനം നടത്തിയത്. ആ ഒരു ശൈലിയാണ് വസന്തത്തിനുള്ളത്. മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പൂർണിമ, വസന്തം മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ബാരി, മാനേജർ വിബീഷ് എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുലാമന്തോൾ പെരിന്തൽമണ്ണ മേലാറ്റൂർ റോഡിന്റെ തകർച്ച. സമരസമിതി കട്ടുപ്പാറയിൽ റോഡ് ഉപരോധിച്ചു. സമരം രാഷ്ട്രീയത്തിനതീതമെന്നും ഇനിയും രക്ഷയില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് സമരം മാറ്റുമെന്നും നജീബ് കാന്തപുരം MLA. 4 വർഷമായിട്ടും പ്രവൃത്തി പൂർത്തിയാക്കാത്ത നിർമ്മാണ കമ്പനിയെ മാറ്റണമെന്ന് പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സൗമ്യ. അനങ്ങനടി പഞ്ചായത്തിലെ അങ്കണവാടി വർക്കർ നിയമന സെലക്ഷൻ കമ്മിറ്റിയിൽ രാഷ്ട്രീയവൽക്കരണം നടത്തുന്നതായി UDF. നിലവിലെ പട്ടിക റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് UDF നേതാക്കൾ. മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ലീഗ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് കത്ത്. ഭരണസമിതിയിലെ ലീഗ് അംഗങ്ങളും ജീവനക്കാരും ഒപ്പിട്ട കത്താണ് കൈമാറിയത്. ഇവർ ബാങ്കിനെ സ്വന്തം സാമ്പത്തിക താൽപര്യത്തിന് ഉപയോഗിച്ചെന്നും കത്തിൽ. മണ്ണാർക്കാട് കുരുത്തിച്ചാൽ ഇക്കോ ടൂറിസം പദ്ധതിക്ക് പ്രതീക്ഷയേകി ജില്ലാ കലക്ടറുടെ സന്ദർശനം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ തയ്യാറാക്കുന്ന പദ്ധതി വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങളുമായി സംവദിച്ച് ET മുഹമ്മദ് ബഷീർ MP. മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലും നഗരസഭയിലും സംഗമങ്ങൾ നടന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവരാൻ പ്രത്യേക യോഗം വിളിക്കുമെന്ന് MP. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.